വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ശിവയ്ക്ക് വേണ്ടി നേട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്ന ബീഫ് ഫ്രൈ നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം ഒരു ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വഴറ്റുക. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് വഴറ്റിയ ശേഷം ഒരു തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇനി മസാലപ്പൊടിയാണ്. ഈ മസാലപ്പൊടി ഏട്ടൻ ബീഫിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്നതാണ്. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അത് അറിയണമെങ്കിൽ ഏട്ടനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇനി മസാല ഡ്രൈ ആവുകയാണെങ്കിൽ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി നേരത്തെ വേവിച്ച് വെച്ച ബീഫ് അതിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം വേഗം വെക്കുക. എത്രത്തോളം ഇളക്കാൻ പറ്റുമോ അത്രത്തോളം ഇളക്കി കൊടുക്കുക. ഇനി അവസാനം കുരുമുളക് പൊടി കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ലേശം വെളിച്ചെണ്ണ കൂടി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി.